ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന ബജറ്റിൽ നൽകുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നയംമാറ്റം വ്യക്തമാക്കുന്ന ബജറ്റ് ആരോഗ്യരംഗത്ത് കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റുമെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. സർ, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032.62 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നതാണ് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ്. സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 33 കോടി രൂപ വകയിരുത്തി. വിദ്യാലയങ്ങളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 33 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂളുകളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും. സ്കൂളുകളുടെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തും. 6 മാസത്തിലൊരിക്കൽ അധ്യാപകർക്ക് റെസിഡൻഷ്യലായി പരിശീലനം നൽകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ DD, DEO, AEO അധ്യാപകർ തുടങ്ങിയവരുടെ പെർഫോമൻസും വിലയിരുത്തും. സൗജന്യ സ്കൂൾ യൂണിഫോമിന് 155.34 കോടിയും ഉച്ചഭക്ഷണത്തിന് 382 കോടിയും ബജറ്റിൽ വകയിരുത്തി. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ 5.15 കോടി രൂപ. പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 14.8 കോടി രൂപയും അനുവദിച്ചു. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 456.71 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് 16.5 കോടി രൂപ വകയിരുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ സാധ്യതകളെ സഹായിക്കാനുള്ള കെയറിപ്പ് പദ്ധതി വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾക്കായി 13.4 കോടി രൂപയാണ് വകയിരുത്തുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്ന പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ജനകീയ പിന്തുണയോടെ സംഭാവനയായി ഫണ്ട് ശേഖരിക്കുന്ന പരിപാടി നടപ്പിലാക്കും. സംസ്ഥാനത്തെ ആരോഗ്യ വികസന മേഖലയുടെ ആകെ വികസനത്തിന് 401.24 കോടി രൂപയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കാരുണ്യ പദ്ധതിക്ക് 678 കോടിയും ആർദ്രം പദ്ധതിക്ക് 24.78 കോടിയും അനുവദിച്ചു. 5 പുതിയ നഴ്സിംഗ് കോളേജുകൾക്ക് 13.78 കോടി രൂപ. മലബാർ ക്യാൻസർ സെന്ററിന് 28 കോടി. കൊച്ചിൻ ക്യാൻസർ സെന്ററിന് 14.5 കോടി. ആരോഗ്യ സർവകലാശാലയ്ക്ക് 11.5 കോടി രൂപയും വകയിരുത്തി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.